നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വടക്കൻ കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി. അതിവേഗ റെയിൽപാതയുമായി ശ്രീധരൻ മുന്നോട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റിൽ അതിവേഗ റെയിൽപാതയെക്കുറിച്ച് പരാമർശങ്ങൾ തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്വന്തം തീരുമാനമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിതയുടെ കസ്റ്റഡി അപേക്ഷ ഇന്നെത്തുന്നുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ LDFന്റെ പ്രതിഷേധമുണ്ട്. ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. നിഖിൽ കൂടുതൽ വിവരങ്ങൾ പറയും. സ്മിത, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശ്രീധരൻ ഒരു നിലയ്ക്കും പുറകോട്ടില്ല. അദ്ദേഹം അതിവേഗ റെയിൽപാതയുമായി മുന്നോട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. വലിയ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും ഒക്കെ വിധേയമാകുമ്പോഴും അദ്ദേഹത്തിന്റെ ഓഫീസ് 9:30 ഇന്ന് പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അറിയിക്കുകയാണ്. ആദ്യഘട്ടമെന്ന നിലയിൽ 12 ജീവനക്കാരെ തിരഞ്ഞെടുത്തതായും അദ്ദേഹം പറയുന്നു. ഒരാഴ്ചക്കകം DPR തയ്യാറാക്കാനുള്ള ഉത്തരവ് പുറത്തിറങ്ങുമെന്നും ഇതിനുവേണ്ടി 13.1 കോടി രൂപ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും ഈ ശ്രീധരൻ വ്യക്തമാക്കുന്നുണ്ട്. DPRന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അകറ്റാൻ ജനങ്ങളുമായി തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ യോഗങ്ങൾ നടത്തുമെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരും ഈ ശ്രീധരനുമായി നേരിട്ടൊരു പോരിലേക്ക് കടക്കുന്നുവോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ. നമുക്കറിയാം, വലിയ പിന്തുണ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതും. മലബാറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ കേസിൽ പ്രതി ഷിംജിത മുസ്തഫയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് ആ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. ഈ പ്രതിയെ സംഭവം നടന്ന ബസ്സിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് അന്വേഷണ സംഘത്തിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയും നാളെ കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ കുന്നമംഗലം കോടതി ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ പ്രതി പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ സാക്ഷികളെ അടക്കം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം ഈ പശ്ചാത്തലത്തിലാണ് അവർ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയതും. അതോടൊപ്പം തന്നെ SIRന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ LDFന്റെ പ്രതിഷേധം ഇന്ന് സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്താണ് അതിന്റെ പ്രധാന പ്രതിഷേധ പരിപാടി നടക്കുന്നത്. മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ കോഴിക്കോടും ഇത്തരത്തിൽ LDFന്റെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. സ്മിത, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.